മാറില്ല സന്തോഷം കേട്ടോ. ഇതൊന്നുമില്ലാന്ന് നിങ്ങൾ ഉറങ്ങിയല്ലോ. ഞാൻ അതിലാണ് എനിക്ക് പിന്നെ സന്തോഷമുള്ള കേട്ടോ. ആദ്യത്തെ അവസ്ഥ ഭയങ്കര ഭീകരമല്ലായിരുന്നു. എൻ്റെ അമ്മ അത് പറയാൻ പറ്റത്തില്ല. അതിൽ നിന്ന് ഇത്രയും കുറഞ്ഞ് ദൈവാനുഗ്രഹം ഉസ്താദിൻ്റെ അടുത്ത് വരാൻ പറ്റിയത് അതിലേറെ ഭാഗ്യം. അത് തന്നെ. ഏതായാലും ഇപ്പോൾ മാറിയല്ലോ, ഇനി കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ. അന്നിങ്ങനെ ആയ സമയത്ത് ശരിക്കും ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ്. ക്യാൻസറാണോ? അതാണ് ക്യാൻസറാന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വലിയ ഉണ്ടല്ലോ, ഇത്രയും ഇത് ഫുള്ളും മുറിവല്ലായിരുന്നോ. പിന്നെ വെള്ളം ഇങ്ങനെ എടുക്കുന്നത് ഭയങ്കര സ്മെല്ലായിരുന്നു. വേദന കാരണം അമ്മച്ചിക്ക് ഉറങ്ങാൻ വയ്യായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പം ഡോക്ടർ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് പറഞ്ഞു ഇതിനി ഒന്നും ചെയ്യാനില്ല, ക്യാൻസറാ, ആ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ടാണ് പോകണ്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് പിന്നെ ഉസ്താദിനെ പറ്റി ഫേസ്ബുക്കിൽ കാണുന്നതും. അപ്പോൾ നിങ്ങൾ ഈ ഇവരിങ്ങനെ ക്യാൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അയാളോട് തിരിച്ചൊന്നും പറഞ്ഞില്ലേ? അല്ല, പിന്നെ അദ്ദേഹം നോക്കുന്നില്ല. നിങ്ങൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ ഹോസ്പിറ്റലിലോട്ട് വരാൻ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങ് വിട്ടത്. ഞങ്ങൾ ആദ്യമേ കൊണ്ടത് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിലാണ് കൊണ്ടത്. അദ്ദേഹം അവിടെ നോക്കുന്നത്. അന്നേരമാണ് ഇങ്ങനെ പറഞ്ഞത്. ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത് ക്യാൻസറാണ്, ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ട് പോരേന്ന് പറഞ്ഞ് പിന്നെ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നതുമില്ല. അങ്ങനെയായിരുന്നു. എങ്ങനെ ഫസ്റ്റ് എന്താ സംഭവിച്ചു? ഫസ്റ്റ് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മയുടെ കാലം ഇങ്ങനെ മുറിവായിട്ട്. എനിക്കിപ്പോൾ 42 വയസ്സുണ്ട്. ആ സമയം തൊട്ട് അമ്മച്ചിയുടെ കാലം ഇങ്ങനെ കാണുന്നത്. ഈ കാലം ഇങ്ങനെ വെച്ചോണ്ട് അമ്മച്ചി പണിക്കെല്ലാം പോകുന്നത്. നമ്മുടെ അവിടെ ഭാഗത്തോട്ടൊക്കെ മലയല്ലേ, മലയിലെല്ലാം അമ്മച്ചി ഈ കാല് കെട്ടി വെച്ചോണ്ട് ജോലിക്ക് പോകും. അതെ, അവിടുന്ന് പിന്നെ അമ്മച്ചി ഉറങ്ങാൻ പറ്റുമോ വേദന കാരണം. പിന്നെ ഉസ്താദിൻ്റെ അടുത്ത് വന്നതിന് ശേഷമല്ലേ ഉറക്കം തന്നെ ശരിക്കും കിട്ടിയത്. എന്തുമാത്രം പെയിൻ കില്ലറാണ് കഴിക്കുന്നത്. ഒരു ദിവസം 3 പെയിൻ കില്ലറൊക്കെ കഴിക്കും. ഹോസ്പിറ്റലിന്റെ പേര് പറയണ്ട, ഹോസ്പിറ്റലിന്റെ പേരും ഡോക്ടറുടെ പേരും പറയണ്ട. കോഴിക്കോട് ഒരു ഹോസ്പിറ്റൽ അത്ര മതി. ഏതായാലും ഇപ്പോൾ ക്യാൻസർ അല്ലാന്ന് മനസ്സിലായി. മുറിവൊക്കെ ഉണങ്ങി, ഇനി കുറച്ച് ഭാഗങ്ങളെ ഉണങ്ങാനുള്ളൂ. ഇതാണ് ശാന്തവൃത്തിയുടെ കാല്. ഈ കാലിൽ ഇവിടെ ഒരു മുറിവുണ്ടായിരുന്നു. ഇതുണ്ടോ, ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് വലിയ മുറിവായിരുന്നു. അതൊക്കെ ഉണങ്ങി, ഇനി കുറച്ച് ഭാഗം മാത്രമാണ് ഉണങ്ങാനുള്ളത്. ഈ മുറിവിന് ചികിത്സ ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് ഡോക്ടർമാർ പറഞ്ഞത് ഇത് ക്യാൻസറാണ് എന്ന്. അതിനു മുമ്പേ ഇവർ ഒരുപാട് ചികിത്സകൾ ചെയ്തിരുന്നു, പക്ഷേ മുറിവ് ഉണങ്ങിയില്ല. 40-40 വർഷമായിട്ട് ശാന്തവൃത്തിയുടെ അവസ്ഥ ഇതുതന്നെയായിരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ ഇവർ അനുഭവിച്ചു, ഒരുപാട് പണം ഇവർ ചെലവഴിച്ചു. അങ്ങനെയാണ് ഒരു ദിവസം ഈ മക്കൾ ഈ അമ്മയും കൊണ്ട് എൻ്റെ അരികിൽ വന്നത്. അന്ന് കുറേ സമയം അവർ കരഞ്ഞു. അമ്മ ഒരുപാട് കരഞ്ഞു, അവരുടെ മക്കൾ കരഞ്ഞു. ഞാനന്ന് അവരോട് പറഞ്ഞത്, അവരന്നും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇത് ക്യാൻസറാണ് എന്ന്. ഞാൻ പറഞ്ഞത് ക്യാൻസർ അല്ല, വളരെ ലളിതമായ ഒരു ചികിത്സയിലൂടെ ഇത് ഉണക്കിയെടുക്കാൻ സാധിക്കുമെന്നായിരുന്നു. അവർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ അന്ന് തന്നെ ഈ അമ്മയുടെ മുറിവ് ഉണക്കത്തിനായിട്ടുള്ള ചികിത്സ തുടങ്ങി. അന്ന് ഞാൻ ആ കുട്ടികളോട്, ഇപ്പോൾ കൂടെയുള്ള മകളോടും അവരുടെ സഹോദരി, അന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല, ചേട്ടത്തിയോടൊക്കെ ഞാൻ പറഞ്ഞത് ഇത് മാറും, നിങ്ങൾ അമ്മയെ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് മാറാനുള്ള വഴിയുണ്ട്. അന്ന് ഇവരെല്ലാവരും പറഞ്ഞത് ഞങ്ങൾ നോക്കിക്കോളുമെന്നാണ്. ഞങ്ങൾ സദാസമയം അമ്മയുടെ കൂടെ നിന്ന് അമ്മയെ പരിചരിക്കും എന്നാണ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നീട് ഞാൻ ചികിത്സ നൽകി ഇവർ തിരിച്ചുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇവിടെ എന്നോടൊപ്പം കുറച്ച് ദിവസം താമസിച്ചു. അല്ലേ, ഇവിടെ നീ എന്നല്ല അന്ന് കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഈ മകളും ഈ അമ്മയും ഇവിടെ താമസിച്ചു. അന്ന് ഇതുപോലെ ചികിത്സയൊക്കെ ചെയ്ത് അവർ തിരിച്ചുപോയി. ഇന്ന് അവർ വീണ്ടും എന്നെ കാണാൻ വന്നിരിക്കുന്നു. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ആ മുറിവ് നന്നായി ഉണങ്ങിയിരിക്കുന്നു. അമ്മ സുഖമായി കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. വേദനകളില്ലാണ്ടായിരിക്കും. ആ വലിയ സന്തോഷത്തിലാണ് ഞാനുള്ളത്. അവരും നല്ല സന്തോഷത്തിലാണ്. ഒരുപാട് ആളുകൾ ഈ അമ്മയുടെ കാലിൻ്റെ മുറിവിൻ്റെ ആദ്യത്തെ അവസ്ഥ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു.
ആ പോസ്റ്റിൽ ഒരുപാട് ആളുകൾ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജാതി മതം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ആളുകളും അമ്മയ്ക്ക് വേണ്ടി അവരുടെ അവസ്ഥ കണ്ടിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ കാണുന്ന ഈ മുറിവ് ഉണക്കം അത്തരം ആളുകളുടെ, ആ പ്രാർത്ഥിച്ച ആളുകളുടെ പ്രാർത്ഥനയുടെ ദൈവീക സ്വീകാര്യത കൂടിയാണ് എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവരും സന്തോഷിക്കൂ. അമ്മക്ക് എന്താ പറയാനുള്ളത് ഈ സമയത്ത്? എനിക്കറിയത്തില്ല. സന്തോഷം. ഉറങ്ങാൻ പറ്റി, വേദന പോയി, എനിക്ക് ഉറങ്ങാൻ പറ്റി. എന്താ പറയണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സന്തോഷം. നിങ്ങളെ മക്കള്, നിങ്ങളെ മറ്റേ മകളോട് പോയി അവിടെ നിൽക്കാം. നന്നായിട്ട് ഇങ്ങനെ പരിചരിച്ചല്ലോ. എടോ എനിക്കെന്താ പറയാനുള്ളത്? സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത്രയും മാറും നമ്മൾ പ്രതീക്ഷിച്ചേ ഇല്ലല്ലോ. നമ്മൾ ആ വഴി പോയായിരുന്നെങ്കിൽ എന്തുമായി തീർന്നതിനായിരുന്നു. അതെ, സന്തോഷം. ഏതായാലും അമ്മ ഇനി എന്തായാലും ഒന്നുമില്ല. ധൈര്യമായിട്ട് ഇരിക്കും കേട്ടോ. പോയിട്ട് വരൂ. എൻ്റെ കയ്യിലോട്ട് എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിലായാലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല. കണ്ടോളൂ. വന്നായിരുന്നു അമ്മച്ചെ കാണാൻ വന്നിട്ടായിരുന്നു. എന്നിട്ടങ്ങ് പോയി. സന്തോഷിക്കും കേട്ടോ. ഇതൊന്നുമില്ലാന്ന് നിങ്ങൾ ഉറങ്ങിയല്ലോ. ഞാൻ അല്ലാണ്ട് എനിക്ക് വലിയ സന്തോഷമുള്ള കേട്ടോ. ഏതായാലും എനിക്ക് ഉസ്താദിനെ കാണാൻ അമ്മച്ചി വരണം എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം പോകുന്നതാണ്. പക്ഷേ എക്സ്ട്രാ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ടേ ഇനി വരുമ്പോൾ കൂട്ടിക്കോ. മുടി ഈ ഒരു സൈഡ് ഫുള്ളും ഇങ്ങനെ നരച്ച് പ്രായം